അമേരിക്കയിൽ പോയി അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശേഷം സന്ദർശിക്കുന്ന നാലാമത്തെ ഇതര രാജ്യത്തിൻ്റെ തലവൻ എന്ന രൂപത്തിലൊക്കെ വിശേഷണങ്ങൾ വരുന്നു. ആദ്യമേ മോഡിയും ട്രംപും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന രൂപത്തിലുള്ള വിശേഷണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അമേരിക്ക ഇന്ത്യക്കാരെ, അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ അടിമകളെപ്പോലെ ചങ്ങലയിൽ കെട്ടി തിരിച്ചയച്ച ആ ഒരു സാഹചര്യത്തിലാണ് മോഡി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സാഹചര്യത്തിലാണ് മോഡി അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ പോയതിനെക്കുറിച്ച് ശശി തരൂർ പറയുന്നത്, നമ്മളിതാ നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ വിഷയം, ഈ കുടിയേറ്റക്കാരെ ഇങ്ങനെ മിസ്ട്രീറ്റ് ചെയ്ത വിഷയം തന്നെ ചിലപ്പോൾ ഒരു ക്ലോസ്ഡ് ഡോറിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി അതിനൊക്കെ പുകഴ്ത്തി ആണ് ശശി തരൂർ സംസാരിക്കുന്നത്. ഇത് കേന്ദ്രത്തിലും കോൺഗ്രസിനെ വെട്ടിലാക്കുകയല്ലേ ചെയ്യുന്നത്. അതിലും ഞാൻ പറയാന്ന് വെച്ചാൽ കോൺഗ്രസ് അവരുടെ ഒരു ഇനീഷ്യൽ പോളിസികൾ എന്തായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശശി തരൂർ സംസാരിക്കുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇപ്പോൾ, അതായത് നരേന്ദ്രമോദി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കണ്ട് സംസാരിച്ച് ധാരണയാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുക. ഒന്ന്, പ്രതിരോധ സഹകരണ കരാർ അടുത്ത ഒരു സർട്ടൻ ടെന്യൂറിലേക്ക് 10 വർഷത്തേക്കാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ആ സംയുക്ത പ്രസ്ഥാനം വായിച്ചതിൻ്റെ ഓർമ്മയിലാണ് പറയുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ധാരണയിലെത്തുന്നു. രണ്ടാമത്തത്, ആണവ സഹകരണ കരാറിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട നിയമ ഭേദഗതികൾ ഇന്ത്യയിൽ ചെയ്യാം എന്നുള്ളൊരു സജഷൻ വയ്ക്കുന്നു. അതിനോട് അമേരിക്ക പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളത് വ്യാപാരമാണ്, ട്രേഡാണ്. ട്രേഡ് സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? അമേരിക്ക പറയുന്നത് നിങ്ങൾ കൂടുതൽ നികുതി ചുമത്തുകയാണെങ്കിൽ ഞങ്ങളും കൂടുതൽ നികുതി ചുമത്തും എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇന്ത്യ ചുമത്തുന്ന നികുതിക്ക് ആനുപാതികമായിട്ട് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി ചുമത്തും. ഇത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള സംഗതികളാണ്. അതായത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതല്ല, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിട്ടുള്ള സംഗതികളാണ്. പക്ഷേ ഇതിനകത്തൊരു നേരത്തെ മുതലുള്ള ഈ ട്രേഡ് എഗ്രിമെൻറ്റുകളുടെ ഭാഗമായിട്ട് നികുതി ചുങ്കങ്ങൾ ഏകീകരിക്കുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതാണ് ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ട്രേഡ് അഗ്രിമെൻറ്റുകളിലേക്ക് ഇന്ത്യ ഏത് ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്താണ്, UPA സർക്കാരുകളുടെയോ അതിനു മുമ്പത്തെയോ കോൺഗ്രസ് സർക്കാരുകളുടെ കാലം മുതലാണ് നമ്മൾ ഈ ട്രേഡ് അഗ്രിമെൻറ്റുകളിലേക്ക് ചുങ്കം ഏകീകരിക്കുന്നതിന്, കമ്പോളം ഏകീകരിക്കുന്നതിനൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ചാണ് ട്രംപ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാ രാജ്യങ്ങളും തമ്മിലൊരു നികുതി നിരക്കുകളുടെ കാര്യത്തിൽ ഒരു ഏകീകരണം വേണം. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതിന് ആനുപാതികമായിട്ടുള്ള നികുതി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ ചുമത്തും. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പോളിസീസ് തന്നെയാണ് ഈ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് മാത്രമല്ല, 2009-10 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ശശി തരൂർ ഉണ്ടായിരുന്നത്. 2008 ഇന്ത്യ US ന്യൂക്ലിയർ എഗ്രിമെൻറ്റിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവയ്ക്കുന്നത്. അതിനുവേണ്ടി വലിയ തോതിലുള്ള എന്താ പറയുക ഡയലോഗ് നടത്തിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. പ്രണബ് മുഖർജി എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ US ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് പ്രാബല്യത്തിലാക്കുന്നതിന് വേണ്ടി അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു ഗോൾ ആർജിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അമേരിക്കയുമായിട്ട് ഏറ്റവും അധികം ക്ലോസ് റിലേഷൻ ഉണ്ടാക്കിയത്, ഇന്ത്യ ഏറ്റവും അധികം ക്ലോസ് റിലേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. 1998 രണ്ടാം പൊഖ്റാൻ നടന്നതിന് ശേഷം ഇന്ത്യക്ക് മേൽ അമേരിക്ക വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധത്തിൻ്റെ സാഹചര്യം മറികടന്നുകൊണ്ട് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വലിയ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും അധികം മുൻകൈ എടുക്കുന്നത് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് വേറെ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ സംസാരിക്കാം. പക്ഷേ ആ ബന്ധം ഇവോൾവ് ചെയ്തെടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ നടന്നത്. അന്ന് ഈ പറയുന്ന ഈ ആണവ സഹകരണ കരാറെന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്ന സംഗതി ഒരു സമഗ്ര പ്രതിരോധ കരാറായിട്ടാണ് മുമ്പോട്ട് വയ്ക്കപ്പെട്ടത്. ജോർജ് W. ബുഷ് രണ്ടാമൻ മൻമോഹൻ സിംഗും തമ്മിൽ ഒപ്പുവയ്ക്കുന്നത് ഒരു സമഗ്ര പ്രതിരോധ സഹകരണ കരാറാണ്. ആ കരാറിൻ്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന സിവിലിയൻ ആണവ സഹകരണ കരാർ. അന്ന് തുടങ്ങിയത് അത് തന്നെയാണ് ഇപ്പോഴും
മോദി പോയിട്ട് ഡൊണാൾഡ് ട്രംപിനോട് സംസാരിക്കുന്നത്? നമ്മൾ പ്രതിരോധ സഹകരണ കരാർ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് പറയും മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ച് അവിടുത്തെ ആയുധ കമ്പനികളുടെ കച്ചവടം നടക്കാൻ പാകത്തിലുള്ള ഒരു വലിയ കമ്പോളമാണ് ഇന്ത്യ. അതുകൊണ്ട് ട്രംപ് സമ്മതിക്കും. രണ്ടാമത്തത് ന്യൂക്ലിയർ എഗ്രിമെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് അമേരിക്കൻ കമ്പനി, GE ആണെങ്കിലും വെസ്റ്റേൺസ് ആണെങ്കിലും മിത്സുബിഷി ആണെങ്കിലും അങ്ങനെയുള്ള പല കമ്പനികളുണ്ട്. ഈ കമ്പനികളിൽ നിന്ന് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ത്യയിലേക്ക് സ്ഥാപിക്കണ്ടേ എന്ന് ട്രംപ് ചോദിക്കുമ്പോൾ അതിന് പാകത്തിന് നിയമം മാറ്റിക്കൊടുക്കാം എന്ന് മോദി പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്രിമെൻ്റ് അവിടെ നേരത്തെ ഉണ്ട്. ആ എഗ്രിമെൻറ്റ് നടപ്പാവണമെങ്കിൽ ഈ നിയമം മാറ്റിക്കൊടുക്കണം. അപ്പോൾ ശശി തരൂരിൻ്റെ കാഴ്ചപ്പാടിൽ, ഞാൻ ശശി തരൂരിൻ്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. അദ്ദേഹം നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിരുന്നല്ലോ. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു അദ്ദേഹം, അണ്ടർ ജനറൽ സെക്രട്ടറി. അപ്പോൾ അണ്ടർ ജനറൽ സെക്രട്ടറി, ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ തന്നെ അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണ്. നമ്മളെന്തൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അണ്ടർ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നൊരു മനുഷ്യന് സ്വാഭാവികമായിട്ടും ഒരു അമേരിക്കൻ പോളിസി എന്താണ്, അമേരിക്കയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നന്നായിട്ട് മനസ്സിലാവും. അതുതന്നെയാണ് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കൂടെ ഭാഗമായിരുന്ന, പല ഘട്ടങ്ങളിൽ ഭാഗമായിരുന്ന UPA സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയിരുന്നെന്നും അദ്ദേഹത്തിനറിയാം. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശശി തരൂരിന് നല്ലോണം കഴിയും. അതിപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ KM മുരളീധരനോ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ഞാൻ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളാം എന്നില്ല. ശശി തരൂരിന് അത് വേഗത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് വേഗം അക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കുള്ളൊരു അംഗീകാരമാണ് ശശി തരൂർ നൽകുന്നത് എന്ന് നമ്മൾ കാണുന്നതിലാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ അവിടെ നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കുള്ളൊരു പിന്തുണയല്ല ശശി തരൂർ കൊടുക്കുന്നത്. നേരത്തെ മുതൽ തന്നെ കോൺഗ്രസും ശശി തരൂർ തന്നെയും മുന്നോട്ട് വച്ചിരുന്ന ഒരു പോളിസികൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നു മോഡി എന്നുള്ളതിലേക്കാണ് അദ്ദേഹം അതിനെ സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.